കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി മാറ്റമില്ലാതെ തുടരും. ന്യൂഡൽഹിയിൽ കെപിസിസി ഭാരവാഹികൾ നടത്തിയ പ്രാഥമിക ചർച്ചയിലാണ് മാറ്റം വരുത്തേണ്ടതില്ലെന്ന തീരുമാനമുണ്ടായത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി കെപിസിസി ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ മാറ്റമുണ്ടാകില്ലെന്നും സംഘടനയെ ശക്തിപ്പെടുത്തുമെന്നും സണ്ണി ജോസഫും പ്രതികരിച്ചു. ഇത് കേരളത്തിലെ കോൺഗ്രസിന് പുതിയ പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരെയും UDF കൺവീനറെയും AICC നിയോഗിക്കുകയും ഞങ്ങൾ ചാർജ് എടുക്കുകയും ചെയ്തു. സാധാരണ നിലയിൽ AICC നേതൃത്വവുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്. അതിൽ ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിന്റെയും പ്രിയങ്കരനായ രാഹുൽജിയുടെയും എല്ലാം സപ്പോർട്ടും ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിച്ചു. സംഘടനയെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി. തെരഞ്ഞെടുപ്പുകൾ 2 കേരളത്തിൽ വരുന്നു. ആ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ഐക്യജനാധിപത്യ മുന്നണിയെയും ഒരുക്കുന്നതിനെ ശക്തമാക്കുന്നതിനുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ എത്തിയിരുന്നു. ശക്തമായിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ പുനഃസംഘടന സംബന്ധിച്ചെന്തെങ്കിലും അത്തരം കാര്യങ്ങൾ പാർട്ടി തലത്തിൽ ആലോചിക്കും. അത്തരം കാര്യങ്ങൾ പാർട്ടി തലത്തിൽ ഇല്ല. ഇത്തരം കാര്യങ്ങൾ കെ സുധാകരൻ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അസൗകര്യങ്ങളുണ്ടായിരുന്നു പറഞ്ഞു. എന്താണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പുതിയ ലീഡർഷിപ്പാണ് നിങ്ങളുടെ മുമ്പിലുള്ള ചലഞ്ച് എന്താണ് നേതൃത്വത്തോട്? തെരഞ്ഞെടുപ്പുകളെ വിജയകരമായിട്ട് UDFനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോവുക, നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക, നല്ല പ്രചരണ മെഷീനറി ഉണ്ടാക്കുക. ഇന്നത്തെ LDF സർക്കാരിന്റെ ആന്റി ഇൻകംബൻസി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക. സാധാരണ ഒരു ഇലക്ഷൻ, ഈ ഇലക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഈ തദ്ദേശത്തിന് ശേഷം നിയമസഭയാണ് ടാർഗറ്റ് എന്തെങ്കിലും രണ്ടും ഞങ്ങൾ ഒന്നിച്ചു പോകും. ആദ്യത്തേത് സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന ജനജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്ന ആദ്യത്തെ ഇലക്ഷൻ. അതിന് ആദ്യത്തെ പ്രാധാന്യം. ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് അസംബ്ലിയും വരികയാണ്. തത്തുല്യ പ്രാധാന്യത്തോടെ രണ്ടും കൈകാര്യം. ജനുവരിയിലാണ് രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചത്. 36 അംഗങ്ങളാണ് നിലവിൽ രാഷ്ട്രീയകാര്യ സമിതിയിലുള്ളത്. അതേസമയം പുതിയ കെപിസിസി ഭാരവാഹികളും മുതിർന്ന നേതാക്കളും ചേർന്ന് AICC നേതൃത്വവുമായി യോഗം ചേർന്നിരുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയവരുമായാണ് യോഗം ചേർന്നത്. യോഗത്തിൽ AICC പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അനൈക്യം ഉണ്ടാകരുതെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും AICC